ഞാൻ ഒരു OCD പേഷ്യന്റ് ആണ്. ആൻസൈറ്റിയും ഡിപ്രഷൻ ഇഷ്യൂസും ഒരുപാട് നാളായിട്ട് ഞാൻ സഫർ ചെയ്യുന്നു. പാനിക് അറ്റാക്ക് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. റിയൽ ലൈഫിൽ അതിന്റെ സുഖം ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എനിക്കിനിയും ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഒരു 26 വയസ്സുകാരൻ തന്റെ മരണമൊഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ്. ഇത് വായിക്കുന്ന ഏതൊരാൾക്കും ആ വ്യക്തി അനുഭവിച്ച ദുരനുഭവങ്ങളും വിഷമങ്ങളും ആ വ്യക്തിയുടെ നന്മയും മനസ്സിലാക്കാൻ കഴിയും. 26 വയസ്സ് മാത്രം പ്രായമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന അനന്ത്വജി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അവൻ മരണപ്പെട്ടതിന് ശേഷം മാത്രം വായിക്കാൻ കഴിയുന്ന രീതിക്ക് ബ്രേറ്റപ്പ് ഷെഡ്യൂൾ ആയിട്ട് അവന്റെ മരണമൊഴിയായിട്ട് കണക്കാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിതെല്ലാവരും വായിച്ചത് അനന്ത്വജി മരണപ്പെട്ടതിന് ശേഷം മാത്രമാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ അമ്മയ്ക്കും അനിയത്തിക്കും എന്റെ ഫ്രണ്ട്സിനോടും എന്റെ കസിൻസിനോടും മാപ്പ്. നിങ്ങളെ സങ്കടപ്പെടുത്തിയതിന്. എനിക്ക് എന്റെ ലൈഫ് എടുക്കാതെ പറ്റില്ല. എനിക്കിനി ജീവിച്ചിരിക്കാൻ പറ്റില്ല. ഈ ആത്മഹത്യക്ക് പിന്നിൽ ഒരു ലവ് അഫെയറോ പെൺകുട്ടിയോ അവരുടെ ഫാമിലി ഇഷ്യൂസോ ഒന്നുമല്ല. എന്റെ ഡിപ്രഷനും എന്റെ ആൻസൈറ്റിയുമാണ് ഈ മരണത്തിലേക്ക് നയിക്കുന്നതെന്ന് അവൻ വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അനന്തുവിന്റെ ഈ തുറന്നു പറച്ചിലിൽ വളരെയധികം സെൻസിറ്റീവ് ആയ ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. താൻ ഒരു റേപ്പ് വിക്ടിമാണെന്നും 3-4 വയസ്സ് മുതൽ തന്നെ നിരന്തരമായി സെക്ഷൽ അബ്യൂസ് ചെയ്ത RSS സജീവ സംഘമായിട്ടുള്ള NM എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഈ പയ്യൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അനന്തുവിടെ ഭാഗമായിരുന്ന RSS സംഘടനയിലെ പലരും ഇതുപോലെ കുട്ടിക്കാലത്ത് അനന്തുവിനെ സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്നും കുട്ടിക്കാലത്തെ ഈ ട്രോമയിൽ നിന്നാണ് അനന്തുവിന് OCDയും ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം വന്നത്. തുടർന്ന് അനന്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അനിയത്തിക്ക് ഇഷ്ടമുള്ള ജീവിതം തെരഞ്ഞെടുക്കാൻ സമ്മതിച്ചതിന് പലവരും അനന്തുവായിട്ട് മിണ്ടാതെയായി.